അധികാരം ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുകയറി അത് താറുമാറാക്കുമെന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കള്ളപ്പണവും കള്ളനോട്ടും ഇല്ലാതാക്കാൻ രാജ്യം തെരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണകൂടം കൈക്കൊണ്ട കടുത്ത നടപടി ജനജീവിതം അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചിരിക്കുന്നു. കൈയടിക്കുന്നവർക്കും കൈകൂപ്പുന്നവർക്കും നിശ്ചയമില്ലാത്ത ഉത്തരങ്ങൾ തേടി ഒരു രാജ്യം അന്തമില്ലാത്ത കാത്തിരിപ്പിലാണ്. തൽക്കാല വേദന എന്നാണ് പ്രധാനമന്ത്രിയും രാജ്യസ്നേഹത്തിന്റെ കുത്തക അവകാശിയായ അമിത്ഷായും നമ്മളോട് പറഞ്ഞത്. രാജ്യം ഇന്ന് നേരിടുന്ന തൽക്കാല വേദന എന്താണ് എന്നാണ് ഈ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ജനത രോഷത്തോടെ തിരിച്ചു ചോദിക്കുന്നത്. വാർത്തയെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും വന്നത് ഈ 500 രൂപയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊടുത്താൽ ബാക്കി കിട്ടുമെന്ന്. പക്ഷെ ഇവിടെ ഉള്ളത് ആരും എടുക്കുന്നില്ല. ഒത്തിരി പേര് ചോദിച്ചു തിരികെ പോയി. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോലും നിവർത്തിയില്ല. ഞാൻ വന്നിട്ട് 10 ദിവസമായി. ഞാൻ ചേർത്തലേന്നാ വരുന്നത്. ഒരു കടയിലും 500 നോട്ടോ ഒന്നും എടുക്കുന്നില്ല. ആരും ചില്ലറയും തരുന്നില്ല. ബാങ്കിൽ പോയാലും 2000 രൂപ കിട്ടുന്ന 2000 രൂപ കൊണ്ട് പ്രയോജനമില്ല. 500 രൂപ വരെ മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ 2000 രൂപ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. ആളുകളെ സാധനം എടുക്കാൻ വരുന്നില്ല. ഇപ്പോൾ ചില്ലറില്ലാത്തതിനെ കൊണ്ട് ആൾക്കാർക്കൊന്നും സാധനം വേണ്ട. അപ്പം മൊത്തമായിട്ട് ആൾക്കാർ സാധനം എടുക്കാൻ വൈകാരിക സാഹചര്യമല്ല, ശരിയാണ്. ഭാവിയോടും രാജ്യത്തോടും പ്രതിബദ്ധതയുള്ള ഒരു പൌരനും കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കത്തെ ചോദ്യം ചെയ്യാനാകില്ല. പക്ഷേ ആ നീക്കം ജീവിതം അടിമുടി സ്തംഭനാവസ്ഥയിലാക്കുമ്പോൾ എന്ത് മുന്നൊരുക്കത്തിൽ ഇത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള അവകാശമെങ്കിലും പൌരനുണ്ടാകണം. സാധാരണക്കാരന്റെ വില കുറഞ്ഞ ജീവിതം ഇപ്പരുവത്തിൽ താറുമാറാക്കുന്നത് ഒഴിവാക്കി മറ്റേതൊക്കെ സാധ്യതകൾ ധീരനായ ഭരണാധികാരി പരിഗണിച്ചു എന്നറിയാനും നമുക്ക് അവകാശമുണ്ട്. 2000 രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ ഇന്നും വന്നിട്ടില്ല. ATM-ലൊന്നും ലോഡ് ആയിട്ടില്ല. അത്യാവശ്യം സംവിധാനം ഒരുക്കാതെ ഇങ്ങനെ പരിപാടി ചെയ്ത് ജനങ്ങൾ സാധാരണ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ഒരിക്കലും സാധാരണക്കാരെ വിഷമിക്കുന്ന രീതിയിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ പാടില്ല. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോടുകൂടി അവധാനതയോടുകൂടിയേ ഒരു സർക്കാർ പ്രവർത്തിക്കാവൂ. വീട്ടിൽ അതിനുള്ള അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി തന്നെ എടുക്കാൻ വന്നത്. പക്ഷെ പൈസ ഇല്ല. നെട്ടോട്ടമോടുകയാണ് ജനം. വൻ സമ്പാദ്യവുമായല്ല, അന്നന്ന് അരി വാങ്ങാനുള്ള പണം മാറിയെടുക്കാൻ. ഭരണകൂടത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതിരിക്കാം. പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ കള്ളപ്പണത്തിന്റെയും കള്ളനോട്ടിന്റെയും വേരറക്കണം. അങ്ങനെ സംഭവിക്കേണ്ടത് ജനത്തിന്റെയും രാജ്യത്തിന്റെയും ആവശ്യവുമാണ്. പക്ഷേ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാക്കുകളെങ്കിലും ഒന്നോർക്കേണ്ടതായിരുന്നു. The latest gimmick of the finance ministry demonetization of currency notes before 2005 is basically an attempt to obfuscate the issue of black money, the issue of black money which is stashed outside the country. The economy has been in a constant downturn motion, and that motion is a motion of decline. The present government is not in a position to measure the correct quantum of black money. 2 വർഷം മുൻപ് 2005 മുൻപ് അച്ചടിച്ച 500-1000 നോട്ടുകൾ പിൻവലിക്കാൻ UPA സർക്കാർ നീക്കം നടത്തിയപ്പോഴായിരുന്നു ഈ വാർത്താ സമ്മേളനം. ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന എല്ലാ മറുചോദ്യങ്ങളും അന്ന് ഉയർത്തിയത് BJP തന്നെയാണ്. മുൻകൂർ നോട്ടീസ് നൽകി 2005 മുൻപുള്ള നോട്ടുകൾ പിൻവലിക്കുന്നത് പോലും രാജ്യത്തെ ജനങ്ങളെ എത്രമാത്രം ഗുരുതരമായി ബാധിക്കുമെന്ന് അന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. In India, 65% of the population do not have bank accounts, and they store their money in cash at homes. These people are largely illiterate, poor, older, and live in remote areas. They are the ones who are likely to fall victims to the middlemen and who are going to further scare them that the notes are worthless piece of paper. ഇന്ന് ദുരിതക്കടൽ നീന്തിക്കടക്കുന്നതിനിടയിലും കള്ളപ്പണത്തിനെതിരായ യുദ്ധമാണല്ലോ ഇതെന്ന് പ്രത്യാശിക്കുന്നവരോടും അന്ന് BJP തന്നെ ചൂണ്ടിക്കാട്ടിയ മറുപടിയുണ്ട്. The policy of Mr. P. Chidambaram is only meant for the blue blood and not for the sweating, red-bloodied, toiling millions. It is not going to affect those who have numbered accounts